എടാ ഞാൻ അവി സ്റ്റോറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ്. ഞാൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഫണ്ണായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നിൻ്റെ പേരെന്താ? അമൃത. എവിടെ നിന്നാ തന്നെ? വൈറ്റില്ല. ഓക്കെ ഫൈൻ. എടാ നിനക്ക് മൈൻഡ് റീഡ് ചെയ്യാനും ഇൻവിസിബിൾ ആവാനും ഈ രണ്ട് ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഏതായിരിക്കും ചൂസ് ചെയ്യണത്? മൈൻഡ് റീഡിങ്. എന്തുകൊണ്ടാടാ മൈൻഡ് റീഡിങ്? അവരുടെ മനസ്സിലുള്ള എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ല, ഇപ്പൊ ഇൻവിസിബിൾ ചൂസ് ചെയ്യാത്തതിന്റെ റീസൺ അല്ല? പ്രത്യേകിച്ച് കാര്യമൊന്നും. ഇപ്പൊ ഇൻവിസിബിൾ ആയാൽ നമുക്ക് എവിടെ വേണേലും പോവാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ മൈൻഡ് റീഡിങ് കിട്ടിയാൽ അത് എല്ലാവരും മൈൻഡ് മാത്രമല്ലേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേതിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ എനിക്ക് ഇഷ്ടം റീഡിങ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഷോപ്പിംഗ്, സ്കിൻ കെയർ, ബ്യൂട്ടി, ട്രാവലിങ്, ഫുഡ്. ഈ 5 എണ്ണത്തിൽ നിന്നോട് 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നീ ഏതായിരിക്കും സ്കിപ്പ് ചെയ്യണം? 2 എണ്ണം. ട്രാവലും ഷോപ്പിംഗ്. ഇത് 2 സ്കിപ്പ് ചെയ്യും. എന്തുകൊണ്ട് ഇത് 2 സ്കിപ്പ്? ഫുഡ് നമുക്ക് വേണം, പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റും വേണം, എന്നിട്ട് ഷോപ്പിങ്ങും വേണം, ട്രാവലും ഷോപ്പിങ്ങും ട്രാവലും വേണ്ട, സ്കിപ്പ് ചെയ്യും നീ. ബാക്കി എല്ലാം വേണം നിനക്ക്. ഓക്കെ, താങ്ക് യു. ഞാൻ അവി സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ്. പേരെന്തായിരുന്നു? ആദർശ്. എവിടെ നിന്നാ വന്നാ? കളമശ്ശേരി. ഞാൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവിസിബിൾ ആവാനും മൈൻഡ് റീഡിങ്ങും ഇങ്ങനെ 2 കഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യണത്? ഞാൻ ഇൻവിസിബിൾ ആവാൻ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ആൾക്കാരെ കാണാതെ എനിക്ക് ചില സ്ഥലങ്ങളിൽ പോയിട്ട് എല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് പോയി കറങ്ങി നടന്ന് എല്ലാം കാണാൻ പറ്റും. പക്ഷെ മൈൻഡ് റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ മൈൻഡ് റീഡിങ് എനിക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ആൾക്കാരെ മനസ്സ് വായിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം 5 കാര്യങ്ങൾ: ലവ്, മണി, കാറ്, ഐഫോൺ, ഹാപ്പിനെസ്. ഈ 5 എണ്ണത്തിൽ 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്കിപ്പ് ചെയ്യണം? മണിയും ഐഫോണും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ഐഫോൺ? അതെന്തുകൊണ്ടാണ്? കാറിന് എനിക്ക് ട്രാവൽ ചെയ്യാം. ഹാപ്പിനെസ്സും ലവും ഓൾറെഡി എനിക്ക് നീഡഡ് ആണ്. അപ്പോൾ എനിക്ക് മണി വേണ്ട. ഐ മീൻ ഇതുണ്ടെങ്കിൽ എനിക്ക് മണി വേണ്ട. ഓക്കെ ഫൈൻ. ഇപ്പോൾ നമുക്കൊരു മണിയാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മുടെ ഇതിൽ. സെക്കൻഡ് പാർട്ടാണ് എനിക്ക്. ആണോ? മണി ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ കിട്ടും. ഹാപ്പിനെസ് മണി ഇല്ലാണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാം. ഓക്കെ ഫൈൻ, താങ്ക് യു. ഞാൻ ഇൻവിസിബിൾ ആയിട്ടുള്ള. എന്തുകൊണ്ടാണ്? ഞാൻ ഇൻവിസിബിൾ ആയിട്ട് നടക്കാലോ. ഇൻവിസിബിൾ ആയ എന്തും ചെയ്യാം. പക്ഷെ മൈൻഡ് റീഡിങ് കിട്ടണമെങ്കിൽ മൈൻഡ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, നീ എന്തൊക്കെ ചെയ്യും? ഓക്കെ, ഇൻവിസിബിൾ ആയെന്ന് വെച്ചോ, നിനക്ക് കിട്ടി, നീ ചൂസ് ചെയ്ത് നീ എന്തൊക്കെ ചെയ്യും? നീ അതിൽ എനിക്കെന്താ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു 3 കാര്യം എന്തായിരിക്കും? ആയുമ്പോട്ട് എല്ലാവരും പോയി പേടിപ്പിക്കും. രണ്ടാമത് അത് കഴിഞ്ഞാ അങ്ങനെ തന്നെ നടക്കും. പിന്നെ മനസ്സിലങ്ങ് വിചാരിക്കണങ്ങ് മനസ്സിൽ വിചാരിക്കുന്നങ്ങ് ചെയ്യും. എന്താ ഇപ്പൊ തോന്നണ? പ്രസന്റ് മൈൻഡിൽ തോന്നണ അതെന്താ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിനക്കിപ്പോ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് നിന്നോട് 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നീ ഏതൊക്കെയായിരിക്കും സ്കിപ്പ് ചെയ്യണം? ഒന്ന് കാറ്, ട്രാവല്, പിന്നെ ഗെയിമിങ്, ഫുട്ബോള്, ഫുഡ്. ഈ 5 എണ്ണത്തിൽ 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നീ ഏതായിരിക്കും സ്കിപ്പ് ചെയ്യണം? ആ 5 എണ്ണത്തിന് ഏതൊക്കെയാണോ? 2 എണ്ണം സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഏതൊക്കെയായിരിക്കും സ്കിപ്പ് ചെയ്യണം? കാറും ട്രാവലും. അതെന്താ കാറും ട്രാവലും? ഞാൻ അത്ര ട്രാവൽ ചെയ്യുന്ന ആളല്ല. പിന്നെ ഫുട്ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗെയിമിങ് ഭയങ്കര ഇഷ്ടം, ഫുട്ബോൾ ഇഷ്ടമായതുകൊണ്ട് അത് ചൂസ് ചെയ്യാണ്ടിരുന്നത്, സ്കിപ്പ് ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ? നയന. ആർദ്ര. എവിടെ നിന്നാണ്? ഞങ്ങളിവിടെ പഠിക്കുന്നത്. ഇവിടെ പഠിക്കണേണോ? ശരിക്കും പ്ലേസ് എവിടെ? വയനാട്. പാലക്കാട്. പാലക്കാട് ടൗണിൽ. ഓക്കെ. എടാ നിങ്ങൾക്കില്ലേ 2 പവർ, ഒന്ന് മൈൻഡ് റീഡിങ്, ഒന്ന് ഇൻവിസിബിളും. ഈ 2 പവർ കിട്ടണേ നിങ്ങൾ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യണം? മൈൻഡ് റീഡിങ് ചൂസ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മറ്റൊരാൾ എന്താ വിചാരിക്കുന്നതെന്ന് അറിയുമ്പോ ഒരു സുഖമല്ല, ഒരു നല്ലൊരു കാര്യമല്ലേ മറ്റൊരാൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയുന്നത്. ഓക്കെ. ഒന്നുമില്ല. ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഇപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറയാം, അതിൽ നിന്ന് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം നിങ്ങൾ. സ്കിൻ കെയർ, ട്രാവല്, ഫുഡ്, ഷോപ്പിംഗ്, പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ്. ഇതിൽ 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്കിപ്പ് ചെയ്യണം? സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാലേ. ബ്യൂട്ടി പ്രോഡക്ട്സ്. ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിൻ കെയറും. എന്തുകൊണ്ട് സ്കിൻ കെയർ?
സ്കിപ്പ് ചെയ്ത സ്കിൻ കെയറും ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിപ്പ് ചെയ്തെന്താ എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? പിന്നെ വേറെന്താ ട്രാവലല്ലേ, ട്രാവല് ഫുഡില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഫുഡ് ഭയങ്കര വലിയ നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യമല്ലേ. ട്രാവൽ പിന്നെ ട്രാവൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഷോപ്പിങ്ങോ? ഷോപ്പിങ്ങിൽ ഇതൊക്കെ പെടുമല്ലോ. ഏത് ബ്യൂട്ടി പ്രോഡക്ട്സ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇല്ലാത്ത ഷോപ്പിംഗ് ആണോ? അത് സാരില്ല, ഷോപ്പ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്. സ്കിൻ കെയറിൽ ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യണ സ്കിൻ കെയർ, അതേ നീ സ്കിപ്പ് ചെയ്ത് കളഞ്ഞല്ലോ. സ്കിൻ കെയർ നമ്മൾ കുറെ പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് പിന്നെ ഓ അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നീ ആണെങ്കിൽ രണ്ടെണ്ണത്തിൽ ഏതൊക്കെ സ്കിപ്പ് ചെയ്യും? രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും സ്കിൻ കെയർ. നിങ്ങളുടെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ? പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ സ്കിൻ കെയർ ചെയ്തിട്ടല്ലോ ജീവിച്ചത്. നമുക്ക് ഷോപ്പ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. ട്രാവൽ നാടൻ ഒരു കാര്യമാണ്. ഫുഡ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാൻ പക്ഷെ ചെയ്തിട്ടുണ്ട്. ചെയ്യലുണ്ട്, പക്ഷെ സ്കിപ്പ് ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ 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 താങ്ക് യു.